പക്ഷേ ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇറാന് വലിയ ഭയമുണ്ട്. കാരണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒപ്പമുണ്ട് എന്നാണ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയുന്നത്. ഇപ്പോൾ ഇറാന്റെ ആണവായുധങ്ങൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ലക്ഷ്യമിടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് മാഷെ അതിൻ്റെ ഒരു നിജസ്ഥിതി? ഇപ്പോൾ ഇസ്രായേലിലും ഭയമുണ്ട്, ഇറാനിലും ഭയമുണ്ട്. ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ട് ശരിക്കും. അപ്പോൾ ഇസ്രായേലിലുള്ള ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26 ഇസ്രായേൽ ഇറാനിൽ പോയിട്ട് കുറച്ച് ബോംബിംഗ് ഒക്കെ നടത്തിയായിരുന്നു. അവരുടെ ഒരു 120 പ്ലെയിൻസ് ഒരുമിച്ച് 4 മണിക്കൂറോളം ഇറാൻ്റെ ടെറിട്ടറിക്കകത്തായിരുന്നു. അവർക്ക് അവരുടെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇറാൻ എങ്ങനെയായാലും എന്തെങ്കിലും തിരിച്ച് ചെയ്യണം. ഒരു ഫേസ് സേവിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ളത് ഇസ്രായേലിന് അറിയാം. പക്ഷേ ഇസ്രായേൽ ആലോചിക്കുന്നത് അതങ്ങനെയൊക്കെ നടക്കും. അവർ ഇതിനു മുമ്പും പല പ്രാവശ്യം റോക്കറ്റ് വിട്ട് വലിയ പ്രശ്നമൊന്നുള്ള കേസല്ല. ചിലപ്പോൾ ഒരാൾക്ക് മരിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഇഞ്ചറി പറ്റി അത്രയൊക്കെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടല്ല, അത് വേറെ ടാർഗറ്റഡ് അറ്റാക്കൊന്നും ഇറാനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്ര വലിയ ഭയമൊന്നുമില്ല. അവരാലോചിക്കുന്നത് വേറൊരു കാര്യമാണ്. അതായത് ഈ ഇറാൻ്റെ അടുത്തുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്സ് ഒന്നും ഇനി വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. അതൊക്കെ സംഭവിക്കാവുന്നതൊക്കെ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഒരു 3-4 മാസം കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇറാനെതിരെ കുറച്ചും കൂടി കടുത്ത സാങ്ഷൻസ് കൊണ്ടുവന്ന് അവരുടെ എക്കോണമി ക്രിപ്പിൾ ചെയ്തേനെ, അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്തേനെ. പക്ഷേ അതിന് സമയം അന്ന് കിട്ടിയില്ല. ഏതായാലും ഇനി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ അതൊക്കെ ഇസ്രായേലിന് വളരെ ധൈര്യം പകരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇസ്രായേലിൻ്റെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടൈം ഈസ് റൈറ്റ് ടു സ്ട്രൈക്ക് ഇറാൻ എന്നാണ്. ഇപ്പോഴാണ് പറ്റിയ സമയം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രകോപനങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അതൊന്നും. പിന്നെ മറുവശത്ത് ട്രംപ് ആണെങ്കിൽ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേലിനേലും വലിയ ഉത്സാഹത്തിലാണ് ട്രംപ്. അതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ അവിടെ ഇറാനിൽ ശരിപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ട്, ഗിഡിയോൻ സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യണം. അതിൻ്റെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു ജോയിൻ്റ് എഫർട്ട് നടത്തണം. അപ്പോൾ ജോയിൻ്റ് എഫർട്ടിൽ അമേരിക്കൻ സപ്പോർട്ടിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ട്രംപ് ആകുമ്പോൾ. അതേസമയം ബൈഡൻ ആയിരുന്നപ്പോൾ വേറൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. നിങ്ങളെന്തെങ്കിലും പേരിനെ ആക്രമിച്ചോ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, എണ്ണ ടെർമിനൽസിനെ ആക്രമിക്കരുത്, പിന്നെ ഈ അറ്റോമിക് ഫെസിലിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ളതിനെ ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ എപ്പോഴും ടെമ്പർ ചെയ്തിട്ടാണ് ബൈഡൻ നിർത്തിയിരുന്നത്. അതുകൊണ്ട് വളരെ ടെമ്പേർഡായിട്ടാണ് അവിടെ അറ്റാക്ക് നടത്തിയതും ഇറാനിൽ. വേറെ പ്രത്യേകിച്ച് ഓയിൽ ടെർമിനൽസിനെ അറ്റാക്ക് ചെയ്യുകയോ ന്യൂക്ലിയർ സൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് തന്നെ ഇവർക്ക് അനുവാദം കൊടുക്കുകയാണ് ഇസ്രായേലിന്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു. അത് മാത്രമല്ല, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അതായത് ഒക്ടോബർ 26 തോന്നുന്നു, അന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ട്രംപ് പറഞ്ഞായിരുന്നു നിങ്ങൾ ആദ്യം തന്നെ ആ ന്യൂക്ലിയർ സൈറ്റ്സ് അങ്ങ് അടിച്ചോളാം. അതാണ് അദ്ദേഹം ആദ്യമേ കൊടുത്ത ഇൻസ്ട്രക്ഷൻ. ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഇത് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കും, ഇപ്പോൾ പ്രശ്നത്തെ പറ്റിയൊന്നും ആലോചിക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ട്രംപിൻ്റെയും യാതൊരു കലവറയില്ലാത്ത, യാതൊരു ലിമിറ്റ്സും ഇല്ലാത്ത സപ്പോർട്ടുണ്ട്. അതാണ് ഇസ്രായേലിന് ശക്തിയും ധൈര്യമൊക്കെ പകർന്ന ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഇവരെ അറ്റാക്ക് ചെയ്തായിരുന്നു ഇറാൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ച് ഇസ്രായേൽ 2 പ്രാവശ്യം അറ്റാക്ക് ചെയ്തായിരുന്നു. ഒന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു, പിന്നെ ഒന്ന് ഇപ്പോൾ ഒക്ടോബർ 26 ഒരെണ്ണം കഴിഞ്ഞു. ഈ 2 പ്രാവശ്യം പോയപ്പോഴും ഇസ്രായേൽ അവിടെ എന്തെല്ലാം ലക്ഷ്യമിട്ടോ അതെല്ലാം അവർ സാധിച്ചിരുന്നു. എവിടെയൊക്കെ ആക്രമിക്കണമെന്ന് വിചാരിച്ചോ അവിടെയൊക്കെ ആക്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ഏരിയയിൽ കടന്നു ചെല്ലാനായിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറാൻ അങ്ങനെയൊക്കെ പറയും, അതായത് നിങ്ങളുടെ ടെറിട്ടറിയിലൂടെ എന്തെങ്കിലും ആക്രമണം വന്നാൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളെ ആക്രമിക്കാതെ, ഇതൊക്കെ അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എയർ സുപ്പീരിയോറിറ്റി, ഈ ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റ് ഇറാനിൽ ചെന്ന് കഴിയുമ്പോൾ ഇറാനെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. പിന്നെ ഇറാനാണെങ്കിൽ പറയത്തക്ക എയർഫോഴ്സ് ഇല്ല.
അവരുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മി കാർട്ടറുടെ കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഉള്ള എയർഫോഴ്സാണ്. ഇറാനിലെ ഷാ ഭരിച്ചിരുന്ന കാലത്ത് വാങ്ങിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ കാര്യമായിട്ട്. അവരുടെ എയർഫോഴ്സിൻ്റെയൊക്കെ ലിമിറ്റേഷൻ്റെ തെളിവാണ് അന്ന് റൈസി എന്നും പറഞ്ഞ് ഇറാൻ്റെ പ്രസിഡന്റ് പോയിട്ട് ഏതോ പഴഞ്ഞ ഹെലികോപ്റ്ററിൽ കയറി വഴിയിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയൊക്കെ അവരുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ. അതുകൊണ്ട് എയർഫോഴ്സിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഒരു പറ്റിയ സമയം. ഇപ്പോൾ കയറി അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിച്ച് അത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനത്തിന് സാധ്യതയുണ്ട്. അല്ല ഇനി ഇവർ ഈ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേലിനും സമാധാനം ഉണ്ടാവില്ല, പിന്നെ അമേരിക്കയ്ക്കും സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഈ ഖമനേയി ആണല്ലോ ഇനി ഇസ്രായേലിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഇദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അല്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാകും, അല്ലെങ്കിൽ വാർത്ത വരുമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്ന ഇസ്രായേലിന് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തെ അങ്ങ് ഫിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ തീർത്ത് കളയാൻ ഉദ്ദേശമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മത മേലധ്യക്ഷനും അവരുടെ ഒരു കാണപ്പെടുന്ന ദൈവം, അതെ, ആ രീതിയിലാണല്ലോ പോണ്. അതായത് ആയത്തുള്ള എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുടെ പേര് ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി എന്നായിരുന്നു. ആയത്തുള്ള എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഗോഡ്, റൂഹുള്ള എന്ന് പറഞ്ഞാൽ സോൾ, സോൾ ഓഫ് ഗോഡ് എന്നാണ്. അത് പേരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വെറും പേരല്ല, അവരത് ലിറ്ററൽ സെൻസിൽ തന്നെ ആ രീതിയിൽ വിശ്വസിച്ചിരുന്നു ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിനെ. ഇപ്പോഴുള്ള ഖമനയെ അത്രയൊന്നും കണക്കാക്കണില്ല എന്ന് തോന്നുന്നു. എന്നാലും ആയത്തുള്ളയാണ്, സൈൻ ഓഫ് ഗോഡാണ് എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഒരു അവതാര പുരുഷനാണെന്നൊക്കെയുള്ള രീതിയിൽ അവരെടുക്കുന്നത്, അതിൻ്റെതായ ബഹുമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ രാജ്യത്ത് അത്രയും ബഹുമാനിക്കപ്പെടുന്ന ഒരാളെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഇസ്രായേലിനൊരു മടി ഉണ്ടാകുമായിരിക്കും. പിന്നെ അതുപോലത്തെ പ്രൊവോക്കേഷൻ വന്നാൽ അവർ സാധിക്കും. ഇനി എന്താണ് ട്രംപിന് ഇസ്രായേലും ചേർന്ന് ഇനി ഇറാനിലേക്ക് നടത്തുന്ന നീക്കങ്ങൾ? ഈ ആണവായുധ ഇതല്ലാതെ മറ്റേത് തരത്തിലായിരിക്കും? വേറെ അവർക്ക് വേണമെങ്കിൽ ഈ അവരുടെ എണ്ണ നീക്കം കംപ്ലീറ്റ് ആയിട്ട് തടയാം. കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് 90% ഓഫ് ദിയർ ഓയിൽ എക്സ്പോർട്ട്സ് നടക്കുന്നത്. ആ കാർഗ് ഐലൻഡ് തകർത്ത് കളയാനൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവർക്ക് പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമുള്ളൂ. കാർഗ് ഐലൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ എക്കോണമി ആകെ നാശത്തിലാണ്. 90% ഓഫ് ദി ഓയിൽ എക്സ്പോർട്ട്സ് അവിടെ നിന്നാണ്. പിന്നെ ബാദാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഓയിൽ റിഫൈനറി ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ ഈ കാശ് വരുമ്പോഴാണല്ലോ ആൾക്കാർക്ക് വിഷമങ്ങൾ കൂടുന്നത്. അപ്പോൾ കാശിനുള്ള മാർഗം ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിയും ഇസ്രായേലിന്. അവിടെ കാർഗ് ഐലൻഡ് അടിച്ച് കളഞ്ഞാലും മതി. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എയർഫോഴ്സ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ് പോയി പെരുമാറിയിരിക്കുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും കൂടി എയർഫോഴ്സ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ അവർ ഈ ന്യൂക്ലിയർ അവരുടെ ഫെസിലിറ്റീസ് ഉള്ളത് ടാർഗറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് വെറുതെ ഭൂമിയിൽ കുറച്ച് കുഴിച്ചിട്ട് അണ്ടർഗ്രൗണ്ട് അല്ല, ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മലയുടെയൊക്കെ അടിയിലാണ് ഇവർ കുഴിയുണ്ടാക്കി അവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അത് സ്ട്രൈക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മറ്റു മാർഗങ്ങളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് ചെയ്യാൻ മടിക്കുകയില്ല. കാരണം ഇവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് ഇസ്രായേലിനറിയാം. ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ആയുധം നല്ലത് സംഘടിപ്പിക്കണമെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയുടെ നന്മയ്ക്കായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതേപോലെ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ സംഘടിപ്പിച്ചെടുക്കുന്നത്. അത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. കാരണം ഒരു ഈ ന്യൂക്ലിയർ ശക്തിയും കൂടി ഇറാന് വന്നു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്ക് സ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അവർ ആക്രമിക്കാനായിട്ട് എന്തായാലും ശ്രമിക്കും. എന്തായാലും ട്രംപ് വന്നതോടുകൂടി ഇസ്രായേലിനൊരു കൂടുതൽ കരുത്ത് കിട്ടി എന്ന് തന്നെ പറയാം. അതെ അതെ അതെ, ഇസ്രായേലിനെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ട്രംപ്. ബൈഡന് അത്തിരി ഹി വാസ് ഹെസിറ്റന്റ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം.